പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടാണ് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായി കാണുക. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആരാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ക്വാളിറ്റീസ്, അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നീ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. Personal management. The term personal management was originated in USA since 1819. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടത്തിലെ മാനേജ്മെന്റിലെ ഒരു ടേമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന്. ഇതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. അതിൽ നിന്നാണ് പിന്നീട് ഇപ്പോഴത്തെ ന്യൂ കൺസെപ്റ്റായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ആ മോർ ഓർ ലെസ് ഇത് സെയിം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ചില ഡിഫറൻസുകൾ ഉണ്ടതാനും. എന്നിരുന്നാലും ഇത് രണ്ടും ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അല്ലെങ്കിൽ മാൻ പവറിനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊക്കെ. അതുകൊണ്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പറയുന്നത്. പേരിൽ തന്നെയുണ്ട് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ. മാനേജ്മെന്റ് പേഴ്സണലിനെ ഇഫക്റ്റീവായ രീതിയിൽ മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മാനേജിങ് ദ പേഴ്സണൽ ഇഫക്റ്റീവ്ലി ഓർ എഫിഷ്യൻ്റ്ലി ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ പേഴ്സണൽസിനെ, ദാറ്റ് മീൻസ് എംപ്ലോയീസിനെ ഇഫക്റ്റീവായ വേയിൽ മാനേജ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുവഴി ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുവാനും അതുപോലെ തന്നെ അത് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷനുമാണ്. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് അർത്ഥമാക്കുന്നത്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് മാൻ പവർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഓർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഓർ മാനേജ്മെന്റ് ഓഫ് മാൻ പവർ. Then, personal management is primarily concerned with the management of personnel at work and their interpersonal relations. അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് primarily concerned with the basic meaning is that it's a management of personnel at the work and their interpersonal relation. ആ പേഴ്സണിനെ മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വർക്ക് പ്ലേസിൽ ഒരു പേഴ്സണെ ഇഫക്റ്റീവായ രീതിയിൽ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മാനേജ് ചെയ്യുന്ന ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ഫ്രഞ്ച് വിൻഡൽ, പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ recruitment, selection, development, utilization of an accommodation to human resource by organization. അപ്പോൾ ഫ്രഞ്ച് വെൻഡൽ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഡെവലപ്മെന്റ്, യൂട്ടിലൈസേഷൻ. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഡെവലപ്മെന്റ്, യൂട്ടിലൈസേഷൻ എന്നീ പറയുന്ന പ്രവർത്തനങ്ങളാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും വരുന്നത്. അപ്പോൾ ഒരു പേഴ്സണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹവുമായി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പേഴ്സണൽ മാനേജ്മെന്റിൽ വരും. അത് റിക്രൂട്ട്മെന്റ് ആവട്ടെ, സെലക്ഷൻ ആവട്ടെ, ഡെവലപ്മെന്റ് ആവട്ടെ, ട്രെയിനിങ് ആവട്ടെ, അതൊക്കെ പേഴ്സണൽ മാനേജ്മെന്റിൽ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഹ്യൂമൻ മാനേജ്മെന്റ് ഓർ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ എഡ്വിൻ വി ഫ്ലിപ്പോ പറഞ്ഞിട്ടുള്ളത് പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, development, compensation, integration and maintenance and separation of human resources to the end that individual, organization and social objectives are accomplished.
അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എഡ്വിൻ വി ഫ്ലിപ്പോ പറയുന്നതും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്, ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഏതുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നത്? ഒരു പേഴ്സണെ ബിസിനസിന്റെ എംപ്ലോയീസ് ആക്കുവാൻ ഒരുപാട് പ്രോസസ് ഉണ്ട്. പ്രൊക്യൂർമെന്റ് മീൻസ് റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ സെലക്ഷൻ, ഈ പറയുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഒക്കെ ഇഫക്റ്റീവായ രീതിയിൽ പ്ലാൻ ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൊക്യൂർമെന്റ് വിടും, അതിൽ സെലക്ഷനും നമ്മുടെ റിക്രൂട്ട്മെന്റ് വരും. അതുപോലെ തന്നെ ആ സെലക്ഷന് ശേഷം ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, ഡെവലപ്മെന്റ്. കോമ്പൻസേഷൻ മീൻസ് ഫെയർ വേജസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇന്റഗ്രേഷൻ മീൻസ് കോപ്പ് അപ്പ് വിത്ത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ്, അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ മെയിൻ്റെനൻസ് മീൻസ് പ്രൊവൈഡ് എ ബേസിക് ഫെസിലിറ്റി ടു ദ വർക്കേഴ്സ് ഓർ എംപ്ലോയീസ്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിനെ അത് എൻഡ് വരെ, ബിസിനസ് ഹ്യൂമൻ റിസോഴ്സ് അതിന്റെ എൻഡ് വരെ എന്ന് പറയാൻ കാരണം ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്, ഇറ്റ് ഇസ് എ നെവർ എൻഡിങ് പ്രോസസ് ആണ്. എൻഡ് വരെ ഒരു ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒരു ഓർഗനൈസേഷന്റെ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷന്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത് വരെയുള്ള, ഇൻഡിവിജ്വലിന്റെ ഒബ്ജക്റ്റീവ് ആവാം, സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ആവാം, അതുപോലെ സോഷ്യലിന്റെ ഒബ്ജക്റ്റീവ് ആവാം. ഇതൊക്കെ അക്കംപ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് വരെ ഒരു ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് അതുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ പ്രവർത്തനത്തെയും നമ്മൾക്ക് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയാം എന്നുള്ളതാണ് എഡ്വിൻ വി ഫ്ലിപ്പോ പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് HRM? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മോർ ഓർ ലെസ് ഇത് സെയിം തന്നെയാണ്, ചില വ്യത്യാസങ്ങൾ ഉണ്ട് താനും. എന്നിരുന്നാലും ഇത് ഏകദേശം ഫോക്കസ് ചെയ്യുന്നത് ടു ദ ഇംപ്രൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ഓർ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ എംപ്ലോയീസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ മാൻ പവറിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ ഹ്യൂമനെയാണ് ഈ രണ്ട് പറയുന്ന മാനേജ്മെന്റും ഫോക്കസ് ചെയ്യുന്നത്. പഴയ കാലഘട്ടത്തിൽ പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട്, അല്ലെ ഒരുപാട് അപ്ഡേഷൻ വന്നുകൊണ്ടാണ് അത് ലാസ്റ്റ് നമ്മുടെ മാനേജ്മെന്റിന്റെ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ന്യൂ ഡിസിപ്ലിനിലേക്ക് വന്നത്. അപ്പൊ ഇതിന്റെ സിമിലാരിറ്റീസ് ഞാൻ പറഞ്ഞത് തന്നെ എടുക്കാം, നമുക്കൊന്നാമത് എടുക്കാം. Both models, that means both HRM and personal management emphasizes the importance of integrating personal and HRM practices with organizational goal. ഒരു ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെയും ഇൻട്രസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ഈ രണ്ട് കാര്യങ്ങളിലും പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് ആവട്ടെ HRM ആവട്ടെ, രണ്ടിലും പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പേഴ്സണൽ വിത്ത് ഓർഗനൈസേഷൻ ഗോൾസ്. പേഴ്സണൽ ഇൻട്രസ്റ്റും ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റും കോപ്പപ്പ് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് മാനേജ്മെന്റിലും പറയുന്നത്. ദെൻ സെക്കൻഡ് മോഡൽസ് ആർ വെസ്റ്റഡ് വിത്ത് ദ മാനേജ്മെന്റ്. ഈ രണ്ട് പറയുന്ന മാനേജ്മെന്റും ഏതിന്റെ കീഴിലുള്ളതാണ്? നമ്മുടെ മാനേജ്മെന്റ്, സാധാരണ ജനറൽ മാനേജ്മെന്റിന്റെ കീഴിലുള്ള മോഡൽസ് ആണ്. അതിന്റെ ഒരു ഭാഗമായിട്ട്, ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഇത് രണ്ടിനെയും നമ്മൾ പറയുന്നത്. Then third one, HRM or personal management give importance to individuals. That means persons involved in the organization, their development, remuneration, motivation to achieve organizational goal. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഉൾപ്പെടുന്ന ഒരുപാട് മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാൻ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ഉണ്ട്. അവരുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന എല്ലാ അവരുടെ ഡെവലപ്മെന്റൽ, റെമ്യൂണറേഷൻ, മോട്ടിവേഷൻ, അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രോസസ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഈ രണ്ട് തരത്തിലുള്ള മാനേജ്മെന്റിലും ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു സിമിലാരിറ്റി ആയിട്ട് പറയുന്നത്. Then fourth one, both give emphasis on appointing right person at the right position at the right time. ഇത് രണ്ടിലും മെയിൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ വ്യക്തിയെ ശരിയായ ജോലിയിൽ ശരിയായ സമയത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് പേഴ്സൺ, റൈറ്റ് ജോബ് അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ് ഈ രണ്ട് മാനേജ്മെന്റിലും ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റും HRM തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ബോത്ത് ആർ ഫോക്കസ്ഡ് ഓൺ ദ പേഴ്സൺസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ, ദെയർ ഡെവലപ്മെന്റ് ഓർ ദെയർ അപ്ഗ്രഡേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറൻസ്?
എന്ത് പറഞ്ഞാലും പേഴ്സണൽ മാനേജ്മെന്റും HRM ചില വ്യത്യാസങ്ങളുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് ഒരു നാരോ കൺസെപ്റ്റ് ആണ്. HRM എന്ന് പറയുന്ന ഒരു ബ്രോഡർ ആയ ഒരു കൺസെപ്റ്റ് ആണ്. ഈ HRMലാണ് പേഴ്സണൽ മാനേജ്മെന്റ് പിന്നീടാണ് HRM ആയിട്ട് ഒരുപാട് ഡിസിപ്ലിനൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് HRM ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങൾ പേഴ്സണൽ മാനേജ്മെന്റിലും HRMലും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Then first one, it is a traditional approach of managing people in the organization. പേഴ്സണൽ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു 1890 അമേരിക്കയിൽ യൂസ് ചെയ്ത വേർഡാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് മാനേജിങ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മൾ ഈ പറയുന്ന പേഴ്സൺസിനെ മാനേജ് ചെയ്യുന്ന ഏറ്റവും ട്രഡീഷണൽ ആയ ഒരു അപ്രോച്ചാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇറ്റ് ഇസ് എ മോഡേൺ അപ്രോച്ച്. ഇറ്റ് ഇസ് എ മോഡേൺ അപ്രോച്ച് ഓഫ് മാനേജിങ് പീപ്പിൾ ആൻഡ് ദെയർ സ്ട്രെങ്ത് ഇൻ ദ ഓർഗനൈസേഷൻ. അവരുടെ സ്ട്രെങ്ത്, ഓർഗനൈസേഷനിൽ അവരുടെ സ്ട്രെങ്ത്തും അവരുടെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു മോഡേൺ ആയ ഒരു അപ്രോച്ചാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, personal management. It focus on personal administration, employee welfare and labor relation. പേഴ്സണൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ എംപ്ലോയി വെൽഫെയർ ആൻഡ് ലേബർ റിലേഷൻഷിപ്പ്, ലേബർ ഇന്റർ റിലേഷൻഷിപ്പ്, ഈ പറയുന്ന കാര്യങ്ങൾ, എംപ്ലോയി വെൽഫെയർ, എംപ്ലോയി റിലേഷൻഷിപ്പ്, ഈ പറയുന്ന കാര്യങ്ങൾ, എംപ്ലോയി അഡ്മിനിസ്ട്രേഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇറ്റ് ഫോക്കസ് ഓൺ അക്വിസിഷൻ, ഡെവലപ്മെന്റ്, മോട്ടിവേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇവിടെ കുറച്ച് കാര്യം, ഒരു എന്താ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഒരു വ്യക്തിയെ അഡ്മിനിസ്ട്രേഷൻ മീൻസ് അവരെ അപ്പോയിന്റ് ചെയ്യുക, ആ കാര്യങ്ങൾ, പിന്നെ അവരുടെ വെൽഫെയർ നോക്കുക, ലേബർ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുക. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ തൊട്ട് മുകളിലെ ലെവലിലേക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നോക്കുന്നത്. അതായത് അക്വിസിഷൻ അക്വിസിഷൻ, അതായത് പ്രൊക്യൂർമെന്റ് ഉണ്ട്, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെന്റിൽ ഇറ്റ് അസ്യൂംസ് പീപ്പിൾ ആസ് എ ഇൻപുട്ട് ഫോർ അച്ചീവിംഗ് ഡിസൈഡ് ഔട്ട്പുട്ട്. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ഓർഗനൈസേഷൻ നേരത്തെ പ്രീ ഡിറ്റർമിൻ ചെയ്ത ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്, അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ആയിട്ട് മാത്രമേ ഇവിടെ പീപ്പിളിനെ അല്ലെ എംപ്ലോയീസിനെ കരുതുന്നുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇറ്റ് അസ്യൂംസ് പീപ്പിൾ ആസ് എ വാല്യുബിൾ റിസോഴ്സ് ഫോർ അച്ചീവിംഗ് ഡിസൈഡ് ഔട്ട്പുട്ട്. നമ്മൾ ഏത് തരത്തിലുള്ള റിസോഴ്സ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് ആയിട്ടാണ് പീപ്പിളിനെ കരുതുന്നത്. ജസ്റ്റ് ഇൻപുട്ട് ആയിട്ടല്ല കരുതുന്നത്. ഇതിലൊക്കെ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റിസോഴ്സസ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കരുതുന്നത്. അത് നമ്മുടെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ചെയ്ത ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കാണുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹ്യൂമനെ കാണുന്നത് അല്ലെങ്കിൽ പീപ്പിളിനെ കാണുന്നത്. പക്ഷേ പേഴ്സണൽ മാനേജ്മെന്റ് ജസ്റ്റ് ഒരു ഇൻപുട്ട്, എല്ലാ ഇൻപുട്ടിലുള്ള ഒരു സാധാരണ ഒരു ഇൻപുട്ട് മാത്രമായിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ പീപ്പിളിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ കാണുന്നത്. ദ നെക്സ്റ്റ് ഫോർത്ത് വൺ, പേഴ്സണൽ ഫങ്ഷൻസ് ഈസ് അണ്ടർടേക്കൺ ഫോർ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ മാത്രം ഒരു പേഴ്സണൽ ഫങ്ഷൻ ആയിട്ടാണ് അത് കാണുന്നത്. പക്ഷേ but in the case of human resource management it is an administrative function is undertaken to goal achievement. ഇവിടെ നമ്മൾ ഒരു വ്യക്തിയുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കരുതുന്നതെങ്കിൽ ഇവിടെ അതൊരു ബ്രോഡർ കൺസെപ്റ്റിലേക്ക് പോയി, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനിലേക്ക് പോയി. ഇവിടെ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ഓർഗനൈസേഷനിൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ടുപോകുന്നത്. Then fifth one, job design is done on the basis of division of labor. ഇവിടെ നമ്മുടെ ജോബൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഏതിന്റെ ബേസിലാണ്? ഡിവിഷൻ ഓഫ് ലേബറിന്റെ ബേസിലാണ്. നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ബേസിൽ മാത്രമാണ് ഇവിടെ നമ്മൾ ഓരോ ജോബും ഡിസൈൻ ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ജോബ് ഡിസൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രൂപ്പ് ടീം വർക്ക്. ഇവിടെ ടീം വർക്കിന്റെ ബേസിലാണ് ഓരോ ഗ്രൂപ്പും ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ലൊരു റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ ഒരാളെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും ഇവിടെ ഒരു ടീം സ്പിരിറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയായിരിക്കും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഡിവിഷൻ ഓഫ് ലേബറിന്റെ ബേസിൽ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇവിടെ ടീം വർക്കിന്റെ ബേസിലാണ് ജോബ് ഡിസൈൻ ചെയ്യുന്നത്.
ദെൻ ഇവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ കൂടുതലായിരിക്കും ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ. ദെൻ സിക്സ്ത് വൺ, employees are provided with less training and development opportunity. So in the case of personal management, it provide less types of അല്ലെങ്കിൽ less number of training and developmental opportunity to the people. പേഴ്സണൽ മാനേജ്മെന്റിൽ ഈ ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിനും അത്രത്തോളമുള്ള ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് അങ്ങനെ ഒരുപാട് തരത്തിൽ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇവിടെ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇവിടെ പിന്നെ ഈ ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. അത് വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് എ റുട്ടീൻ ഫംഗ്ഷൻ. ഇതൊരു റുട്ടീൻ ഫംഗ്ഷൻ ആണ്, സാധാരണ പോകുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ് കാണുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് എന്താ പറയേണ്ടത്, ഈ അപ്പ് ലെവൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അതൊരു സ്ട്രാറ്റജിയുമായി ബന്ധപ്പെടുത്ത ഒരു ഫംഗ്ഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഒരു റൊട്ടീൻ ഫംഗ്ഷൻ, സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് മാത്രമേ പേഴ്സണൽ മാനേജ്മെന്റിനെ കരുതുന്നുള്ളൂ. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു സ്ട്രാറ്റജിക് ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമ്മൾ കരുതുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വളരെ വിശദമായിട്ട് പറഞ്ഞു. പേഴ്സണൽ മാനേജ്മെന്റ് ട്രഡീഷണൽ അപ്രോച്ച്, ഇത് മോഡേൺ അപ്രോച്ച് ആണ്. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എംപ്ലോയി വെൽഫെയർ എന്നീ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഡെവലപ്മെന്റ്, മോട്ടിവേഷൻ, മെയിൻ്റനൻസ് ഈ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ പീപ്പിളിന് ഒരു ഇൻപുട്ട് ആയിട്ട് കരുതുമ്പോൾ ഇവിടെ പീപ്പിളിന് വാല്യുബിൾ റിസോഴ്സ് ആയിട്ട് കരുതുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെന്റിൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഒരു പേഴ്സണൽ ഫംഗ്ഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ജോബ് ഡിസൈൻ ചെയ്യുന്നത് ഡിവിഷൻ ഓഫ് ലേബർ എന്ന പ്രിൻസിപ്പിൾ പ്രകാരമാണ്. പക്ഷെ ഇവിടെ ടീം വർക്കിന്റെ ബേസിലാണ് ജോബ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസിന് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് പേഴ്സണൽ മാനേജ്മെന്റിൽ കുറവാണ്, പക്ഷെ ഇവിടെ ഇത് കൂടുതലാണ് എന്ന് പറയാം. ഇതൊരു റൊട്ടീൻ ഫംഗ്ഷൻ ആണ്, പക്ഷെ ഇതൊരു സ്ട്രാറ്റജിക് ഫംഗ്ഷൻ ആണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു സെക്ഷൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഓരോ വ്യക്തികളുടെയും അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മാൻ പവർ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവർ ഹ്യൂമണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സെക്ഷൻ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കിൽ ഓർ എബിലിറ്റി ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ആരാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്? ഈ പറയുന്ന ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന ആളാണ്. അത് സൂപ്പർവൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ ഗൈഡ് ചെയ്യുന്ന ആളെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അതൊരു സ്റ്റാഫ് ആയിരിക്കാം, സ്റ്റാഫ് ഓഫീസർ ആയിരിക്കും, ഓർഗനൈസേഷന്റെ ഒരു സ്റ്റാഫ് ഓഫീസർ ആയിരിക്കാം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഇസ് എ സ്റ്റാഫ് ഓഫീസർ ഇൻ ദ ഓർഗനൈസേഷൻ. ഈ ഒരു സെക്ഷന്റെ സ്റ്റാഫ് ഓഫീസറെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. He gives advice to top level management in relation with the personal policies and programs. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോളിസീസ്, പ്രോഗ്രാംസ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് അഡ്വൈസ് കൊടുക്കുന്ന ആളാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അതൊരു സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ഓഫീസർ ആയിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. He acts as a specialist and provides services to the other departments also. He advises the line manager on human resource matters. ഇദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അദ്ദേഹത്തിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ലൈക്ക് ലൈൻ മാനേജേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാണ്ടും പേഴ്സണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാറ്റേഴ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലൈൻ മാനേജേഴ്സിന് തീരുമാനം എടുക്കാനുണ്ടാവും. അപ്പൊ അതിനാവശ്യമായ അഡ്വൈസ് നൽകുകയും ആര് ചെയ്യും? ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ നൽകുകയും ചെയ്യും. അപ്പൊ ഇദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിട്ട്? ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ.
Then he does not have authority to enforce his advice. Being an expert in human resource matters, his advice and counsel would be normally accepted. അപ്പൊ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഒരുപാട് അഡ്വൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതൊരു അതോറിറ്റി ആയിട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അതൊരു ആ അഡ്വൈസ് മാത്രം തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു എന്താ പറയണ്ടേ ഒരു എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോസ് ആൻഡ് ഇഫക്റ്റ്, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യകാരണങ്ങളൊക്കെ ഇവർ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്കും അവർ നിർദ്ദേശങ്ങൾ കൊടുക്കും. പക്ഷെ ആ നിർദ്ദേശങ്ങൾ അതേപോലെ എന്താ പറയേണ്ടത് നടപ്പിലാക്കണം എന്ന് പറയാനുള്ള അതോറിറ്റി ഒന്നും ആർക്കില്ല, ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് ഇല്ല. സാധാരണ രീതിയിൽ അദ്ദേഹം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു മാറ്റേഴ്സ് ഒക്കെ സാധാരണ ഓർഗനൈസേഷനിലുള്ള ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റും അതർ ഡിപ്പാർട്ട്മെന്റിലെ ആക്സെപ്റ്റ് ചെയ്യാനാണ് പതിവ്. കാരണം അദ്ദേഹം ഒരു പേഴ്സണും ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം കൊടുക്കുന്ന അഡ്വൈസ് ഒക്കെ നിർബന്ധമായിട്ടും അത് എൻഫോഴ്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും അത് തീരുമാനങ്ങളൊക്കെ ആക്കി മാറ്റണമെന്ന് ഫോഴ്സ് ചെയ്യാനുള്ള കഴിവൊന്നും എന്താ പറയണ്ട അതോറിറ്റി ഒന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നതും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ അല്ലെങ്കിൽ HR മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാം നമ്മൾക്ക്. അതിൽ ഫസ്റ്റ് വൺ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് HR സ്ട്രാറ്റജീസ് ആൻഡ് ഇനീഷ്യേറ്റീവ് അക്കോർഡിംഗ് ടു ദ ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന HR-മായി ബന്ധപ്പെടുത്തി ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഇംപ്ലിമെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അത് ഉൾപ്പെടുത്താൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന HR മാനേജർ ആണ്. അതുപോലെ തന്നെ He bridge management and employee relations by addressing demands, grievances and other issues. അതുപോലെ തന്നെ ഈ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഡിമാൻഡ്, ഗ്രീവൻസ്, അതുപോലെ എംപ്ലോയീസുമായി ബന്ധപ്പെടുത്തിയുള്ള അതർ ഇഷ്യൂസ് ഒക്കെ ഈ പറയുന്ന മാനേജ്മെന്റിലേക്ക് എത്തിക്കുന്ന ധാരാണ് ഈ പറയുന്ന HR മാനേജർ ആയിരിക്കണം. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ദെൻ മാനേജ് ദ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്. ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റും സെലക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രക്രിയകളും മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം HR മാനേജറുടെയാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടേതാണ്. ദെൻ ഫോർത്ത് വൺ, സപ്പോർട്ട് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ബിസിനസ് നീഡ്സ് ത്രൂ ദ ഡെവലപ്മെന്റ്, എൻഗേജ്മെന്റ്, മോട്ടിവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, ദാറ്റ് മീൻസ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, ട്രെയിനിങ് ആക്ടിവിറ്റീസ്, മോട്ടിവേഷണൽ, പ്രിസർവേഷൻ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കറന്റിലേതും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കും എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? HR മാനേജറാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹ്യൂമണുമായിട്ട് ബന്ധപ്പെടുത്തുക, അതായത് ബിസിനസ്സിലെ പേഴ്സൺ അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ഹ്യൂമണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും ആരാണ് ചെയ്യേണ്ടത്? HR മാനേജറാണ് ചെയ്യേണ്ടത്. Then fifth one, develop and monitor overall HR strategy, system, tactics and procedures across organization. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെടുത്തിയുള്ള സ്ട്രാറ്റജി, അവരുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റംസ്, ടാക്ടിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതും അത് മോണിറ്റർ ചെയ്യേണ്ടതും അത് ഗൈഡ് ചെയ്യേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും ആരാണ്? HR മാനേജറാണ്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി HR മാനേജർക്കുണ്ട്. അതുപോലെ തന്നെ ടു നർച്ചറേറ്റ് എ പോസിറ്റീവ് വർക്കിംഗ് എൻവയറൺമെന്റ്, ദാറ്റ് മീൻസ് ടു ക്രിയേറ്റ് എ പോസിറ്റീവ് വർക്കിംഗ് എൻവയറൺമെന്റ്. ഒരു ഓർഗനൈസേഷനിലെ വർക്കിംഗ് എൻവയറൺമെന്റ് ഒരു പോസിറ്റീവായ വൈബിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ആരുടെ ഡ്യൂട്ടിയാണ്? HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഓവർസീ ആൻഡ് മാനേജ് പെർഫോമൻസ് അപ്രൈസ് സിസ്റ്റം ദാറ്റ് ഡ്രൈവ്സ് ഇൻ ഹൈ പെർഫോമൻസ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്, ദാറ്റ് മീൻസ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഉണ്ടാക്കേണ്ടതും അതുവഴി അവരുടെ ഹൈ പെർഫോമൻസിലേക്ക് ഡ്രൈവ് ചെയ്യേണ്ടതും ഹൈ പെർഫോമൻസിലേക്ക് വഴി തെളിച്ചു വിടേണ്ടതും ആരാണ്? ഈ പറയുന്ന HR മാനേജറാണ്. അപ്പൊ ബെറ്റർ ആയ ഒരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഫോളോ ചെയ്യുകയും അതുവഴി ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് എന്താ പറയുക ഹൈയിലേക്ക് മാറ്റുകയും ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? HR മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ
നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ പ്ലാൻ ആൻഡ് ബെനിഫിറ്റ് പ്രോഗ്രാം. എംപ്ലോയീസുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ് പ്രോഗ്രാം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് ചാർട്ട് ഔട്ട് ചെയ്യേണ്ടതും HR മാനേജർ ആണ്. ദെൻ അസസ് ട്രെയിനിങ് നീഡ്സ് ടു അപ്ലൈ ആൻഡ് മോണിറ്റർ ട്രെയിനിങ് പ്രോഗ്രാം. ഓരോ എംപ്ലോയീസിനും എപ്പോഴാണ് ട്രെയിനിങ് വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അവരെ ട്രെയിനിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യിപ്പിക്കലും അത് മോണിറ്റർ ചെയ്യും, ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ മോണിറ്റർ ചെയ്യേണ്ടതും ആരാണ്? HR മാനേജർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, എൻഷ്യൂർ ലീഗൽ കംപ്ലയൻസ് ത്രൂ ഔട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ബിസിനസ് ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ എല്ലാ ലീഗൽ കംപ്ലയൻസും അവരുടെയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായ സപ്പോർട്ട് കൊടുക്കേണ്ടതും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. ദെൻ ഇത് ഒരുപാട് പോയിന്റുകൾ നമ്മൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാം. അതിൽ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 11th വൺ, ഡിറ്റർമൈൻ സ്യൂട്ടബിൾ സാലറി റെമ്യൂണറേഷൻ. അതായത് നമ്മളെ കോമ്പൻസേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് എംപ്ലോയീസിന് ആവശ്യമായ ഫെയർ റെമ്യൂണറേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതും അത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ദെൻ സപ്പോർട്ട് എംപ്ലോയി ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഒരു എംപ്ലോയീസിന്റെ പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ പ്രൊഫഷണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. Then lay out the foundation for the organization by building an organization structure. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഓരോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കാൻ, അത് ബിൽഡ് ചെയ്യാനുള്ള ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത്, അതിനുള്ള എന്താ പറയണ്ടേ ഒരു അടിത്തറ കൊടുക്കേണ്ടത് ആരാണ്? അതിനുള്ള ഒരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് HR മാനേജർ ആണ്. Then 14th one, handles staffing issues such as mediating disputes and directing disciplinary procedures. അപ്പോൾ സ്റ്റാഫുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയും, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയും, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും, ഇതൊക്കെ ചെയ്യേണ്ടത് HR മാനേജർ ആണ്. ദെൻ എൻകറേജ് എംപ്ലോയി പെർഫോമൻസ് വെൽ. അപ്പോൾ ഓരോ എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്യുക, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാൻ. ദെൻ നെക്സ്റ്റ് വൺ, മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ എംപ്ലോയി ടാലന്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസിനെ അവരെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത് ആരാണ്? HR മാനേജർ. ഒരു HR മാനേജറിന്റെ കഴിവ് പോലെയായിരിക്കും ആ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് നല്ല HR മാനേജർ ആണെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് നല്ല ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി ഓർഗനൈസേഷന്റെ ഗോൾ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തനത്തെ ഏറ്റവും പ്രാധാന്യമറിക്കുന്ന റോള് വഹിക്കുന്ന ഒരാളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഒരു സ്റ്റാഫ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരുപാട് തരത്തിലുള്ള ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ്. അതിൽ കുറച്ച് പോയിന്റുകളാണ് ഞാൻ ഇപ്പോൾ ചാർട്ട് ഔട്ട് ചെയ്തത്. ഓക്കെ, ദെൻ എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് നോക്കാം. നമ്മൾ ഇതിൽ പറയുന്ന ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ ഒരു എന്താ പറയുക ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അദ്ദേഹം എപ്പോഴും ഈ ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വരേണ്ട ഒരുപാട് ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Then first one, sense of social responsibility. ഒന്നാമത്തെ കാര്യം അയാൾക്ക് സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്നുള്ളത്. നമുക്കറിയാം ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നത് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്, ഒരു സൊസൈറ്റിയിലാണ്. ഒരു ബിസിനസ് സൊസൈറ്റിയുടെ റിസോഴ്സ് ഉപയോഗിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ്സും സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ആരുടെ മൈൻഡിൽ ഉണ്ടാവണം? ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ മൈൻഡിൽ ഉണ്ടാവണം. അദ്ദേഹം ഒരു സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിരിക്കണം. മീൻസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ ബിസിനസ് ഫ്രം to the society in which it is working, manager should be conscious of this social responsibility. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയിലാണ്, സൊസൈറ്റിയുടെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയും ചിലത് ഓർഗനൈസേഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം ആര്? ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അവർക്ക് ഒരു സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിറ്റി.
ദെൻ സെക്കൻഡ് വൺ ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷൻ സ്കില്ല്. അത് നല്ലൊരു ലീഡർ ആയിരിക്കണം, അതുപോലെ തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അതുവഴി ഓർഗനൈസേഷന്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനും വേണ്ടി പറ്റണം. ഹി മസ്റ്റ് ബി എ ഗുഡ് ലീഡർ, ഓർഗനൈസർ ആൻഡ് ഏബിൾ ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു അറ്റൈൻ എ പ്രീ ഡിറ്റർമൈൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്നാണ് രണ്ടാമത്തെ ക്വാളിറ്റി. ദെൻ പേഴ്സണൽ ഇന്റഗ്രിറ്റി. പേഴ്സണൽ ഇന്റഗ്രിറ്റി ആണ് അടുത്ത ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ഈ ഷുഡ് ബി എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. He can be trusted by all in the organization. Everyone in the organization should be able to meet and put their grievance before him. In the same way, he must be trusted by his subordinate and superiors എന്നുള്ള പറയുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ള, ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്ഫുൾ ആയ ഒരാളായിരിക്കണം എന്നുള്ളതാണ് അടുത്തത്. പേഴ്സണൽ ഇന്റഗ്രിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ എല്ലാവർക്കും വിശ്വാസത്തിൽ എടുക്കുന്നതിൽ പറ്റുന്ന ഒരാളായിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ഒരുപാട് ഗ്രീവൻസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനോട് നമുക്ക് പറയുവാൻ തോന്നുകയും പറയുകയും ചെയ്യാനും പറ്റണം. അതുവഴി തന്നെ ഇവർ എംപ്ലോയീസിന്റെ ഭാഗത്തുള്ള ഈ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും അതേപോലെ തന്നെ അവരുടെ സബോർഡിനേറ്റും സുപ്പീരിയറുമായിട്ടും അദ്ദേഹം എപ്പോഴും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റഗ്രിറ്റി. ദെൻ ടാക്ട് ആൻഡ് റിസോഴ്സ്ഫുൾനെസ്. അദ്ദേഹം എപ്പോഴും ഓരോ കാര്യങ്ങളും ടാക്റ്റ്ഫുള്ളി ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളായിരിക്കണം. അതായത് ഈ മസ്റ്റ് be able to deal difficult situation tactfully. ടാക്ട് ഈസ് നോട്ട് എ കണ്ണിങ്. കണ്ണിങ് എന്ന് ടാക്ട് എന്ന് പറഞ്ഞാൽ കണ്ണിങ് ആയിട്ട് ചെയ്യണം എന്നുള്ളതല്ല, ഓരോ സിറ്റുവേഷനും ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് അത് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവും, കാരണം ഇയാൾ ഡീൽ ചെയ്യുന്നത് പേഴ്സൺസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഓർഗനൈസേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസുമായി ബന്ധപ്പെടുത്തി. അപ്പൊ അതൊക്കെ ഒരു ടാക്ട്ഫുള്ളി ആയിട്ട്, ഒരു നൈസ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റുന്ന, ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഈ ഷുഡ് consider stick on the lawful course of actions to deal difficult situation like strike. ഒരു നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഫോർ എക്സാമ്പിൾ സ്ട്രൈക്ക് ഒക്കെ വന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ രീതിയിൽ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ടാക്റ്റ്ഫുള്ളി ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഈ ഷുഡ് ബി എ റിസോഴ്സ്ഫുൾ പേഴ്സൺ. അദ്ദേഹം ഒരു റിസോഴ്സ്ഫുൾ പേഴ്സണുമായിരിക്കണം. അദ്ദേഹത്തിന് ഇത് പേഴ്സണുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുവാനും പറയുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു റിസോഴ്സ്ഫുൾ പേഴ്സൺ ആയിരിക്കണം HR മാനേജർ എന്ന് പറയുന്നത്. Then inner argue. അദ്ദേഹം the human resource manager's responsibility heavy. It cannot be carried out without some sense of inner argue. Inner argue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഒരു പ്രേരണ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മോട്ടിവേഷൻ ഉള്ള ഒരാളായിരിക്കണം. കാരണം ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഒരുപാട് തരത്തിലുള്ള ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ചില കേസിലൊക്കെ അയാൾക്ക് there is a possibility of disappointment and discouragement. ഡിസപ്പോയിന്റ്മെന്റോ അല്ലെങ്കിൽ ഡിസ്കറേജ്മെന്റോ ഒക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഈ HR മാനേജറെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്തൊക്കെ അത് ഓവർകം ചെയ്യാനുള്ള ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ആ ഒരു ഇന്നർ ആർഗ്യ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനും വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ദെൻ എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ. നമ്മളറിയാം പീപ്പിളുമായിട്ട് ബന്ധപ്പെടുത്ത കാര്യമാണ്. അപ്പോൾ ഓരോ വ്യക്തിയെയും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ധാരണ ആർക്കുണ്ടാവണം? ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് ഉണ്ടായിരുന്നു. ദെൻ സെവൻത് വൺ, ഫ്രീ ഫ്രം ബയാസ്. You should be free from all sorts of bias. You should not act as a representative of either management or employees, but try to be a professional man. ഇദ്ദേഹം എപ്പോഴും ഒരു ബയാസിൽ നിന്ന് എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ്. എല്ലാ സോർട്ട് ഓഫ് ബയാസിൽ നിന്ന് ഇദ്ദേഹം ഫ്രീ ആയിരിക്കണം. അദ്ദേഹം ഒരിക്കലും മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെയോ റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാറാൻ പാടുള്ളതല്ല. അവരെല്ലാവരെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഒരു പ്രൊഫഷണൽ മാൻ ആയിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്യേണ്ടത്. എംപ്ലോയീസിന്റെ കാര്യങ്ങൾ കേൾക്കുകയും അത് മാനേജ്മെന്റുമായി ചർച്ച ചെയ്യുകയും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യണം. പക്ഷെ ഒരാളുടെയും റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാത്രം അദ്ദേഹം ഒതുങ്ങിപ്പോവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഫ്രീ ഫ്രം ബയാസുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ദെൻ സിമ്പതി ആൻഡ് കൺസിഡറേഷൻ. ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ നിർബന്ധമായിട്ടും ഇദ്ദേഹത്തിന് അറിയണം. ഓരോ വ്യക്തിക്കും എന്തൊക്കെ കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നന്നായ രീതിയിൽ അറിയണം. ഈ മസ്റ്റ് ബി ഗൈഡഡ് ബൈ എ സിമ്പതിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എംപ്ലോയീസ് ഡിമാൻഡ്സ് ഈവൻ ദോ സെവറൽ ഡിമാൻഡ്സ് ആർ അൺറീസണബിൾ. ഈ ഷുഡ് ഹിയർ ഇറ്റ് പേഷ്യന്റ്ലി.
നമുക്കറിയാം എംപ്ലോയീസിന് ഒരുപാട് തരത്തിലുള്ള ഗ്രീവൻസും ഒരുപാട് തരത്തിലുള്ള ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ചിലപ്പോൾ എല്ലാം നടത്തി കൊടുക്കാൻ പറ്റണമെന്നില്ല, അൺറീസണബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ അതൊക്കെ പേഷ്യന്റ്ലി അദ്ദേഹം എന്തായിരിക്കണം, കേട്ടിരിക്കണം എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടിരിക്കണം. പക്ഷെ അതിന് ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ പോലും അത് നിർബന്ധമായിട്ടും കേട്ടിരിക്കണം. ഒരു സിമ്പതി ഉള്ള ഒരാളായിരിക്കണം. ഓരോ എംപ്ലോയീസിനും ഇൻഡിവിജ്വൽ ആയ കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരാളായിരിക്കണം ആര്, HR മാനേജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് പറഞ്ഞ പേഴ്സണൽ ട്രൈറ്റ്സ് ആണ്. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ്. ഒരു പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ട്രൈറ്റ്സ് നമ്മൾക്ക് ആവശ്യമാണ്, ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് ആവശ്യമാണ്. അത് ഓരോന്നുമാണ്. ഒന്ന് ഫ്ലുവൻസി ഇൻ സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഒരു ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ കോർട്ടസി ഉള്ള ഒരാളായിരിക്കണം. അത് ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു ബഹുമാനമൊക്കെയുള്ള ഒരാളായിരിക്കണം അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, നമ്മൾക്ക് ഈ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ഡിഗ്നിറ്റി, ഓരോ പേഴ്സണിന്റെയും ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഫോർസൈറ്റ്നെസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘവീക്ഷണമുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോസ് ആൻഡ് ഇഫക്റ്റ് എന്തായിരിക്കണം എന്ന് അറിയുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഭാവിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു എന്താ സൈറ്റുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഫോർസൈറ്റ്നെസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ പ്രൊഫഷണൽ നോളജ് ഉള്ളവരായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവും ടെക്നിക്കൽ നോളജ് ഒക്കെ ഇദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. ഓരോ സമയത്തും എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് അറിയണം. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള ഒരാളായിരിക്കണം. ഇതൊക്കെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സിൽ വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ആളായിരിക്കണം. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സിൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 7 ക്വാളിറ്റീസും ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് വേണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പേഴ്സണാലിറ്റിക്ക്, ഒരു നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവേണ്ട ഒരുപാട് ട്രൈറ്റ്സുകളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെ ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിട്ട് അദ്ദേഹത്തിന് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഹി ഡീൽ വിത്ത് ദ പേഴ്സൺ. ഇദ്ദേഹം ഡീൽ ചെയ്യുന്നത് ഓർഗനൈസേഷനിലെ പേഴ്സണുമായിട്ടാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സക്സസ് എത്രമാത്രമുണ്ട് അതായിരിക്കും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ സക്സസ് ഓഫ് എവറി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പേഴ്സണൽ മാനേജ്മെന്റ്, അതുപോലെ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് അടുത്തതായിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ക്വാളിറ്റീസ്, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതേ ചാപ്റ്ററിൽ ഇനിയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.